കർണാടക കോൺഗ്രസ് അധ്യക്ഷനായി ബി.കെ. ഹരിപ്രസാദിനെ നിയമിച്ചു. നിലവിലെ അധ്യക്ഷനായ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് നിയമനം. മുൻ രാജ്യസഭാ എം.പി. കൂടിയാണ് ബി.കെ. ഹരിപ്രസാദ്. റഷീദ് ബിൻ മുഹമ്മദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. റഷീദ്, ഇന്ന് വൈകുന്നേരമായിരുന്നു ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അദ്ദേഹത്തോടൊപ്പം 13 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. എന്തായാലും കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഇപ്പോൾ പുതിയ ആളെ നിയമിച്ചിരിക്കുന്നത് ബി.കെ. ഹരിപ്രസാദാണ്. അദ്ദേഹം രാജ്യസഭ എം.പി. കൂടിയാണ്. വിവരങ്ങൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി.കെ. ശിവകുമാറിന് പകരക്കാരനായാണ് ഇപ്പോൾ ബി.കെ. ഹരിപ്രസാദിനെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത്. ഇനി പുതിയ PCC അധ്യക്ഷനായി ബി.കെ. ഹരിപ്രസാദ് ആയിരിക്കും കോൺഗ്രസിനെ കർണാടകയിൽ നയിക്കുക. നേരത്തെ കർണാടക മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാറും 13 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കിപ്പുറമാണ് പുതിയ നിയമനമുണ്ടായിരിക്കുന്നത്. പാർട്ടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സ്ഥാനമൊഴിഞ്ഞിട്ടുള്ള PCC പ്രസിഡന്റ് മുഖ്യമന്ത്രി ആയതോടു കൂടിയാണ് പുതിയ ഒരു ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡി.കെ. ശിവകുമാറിന്റെ സംഭാവനകളെ പാർട്ടി വിലമതിക്കുന്നുവെന്നും നിലവിൽ AICC പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ബി.കെ. ഹരിപ്രസാദ് ഹരിയാനയുടെ പാർട്ടി ചുമതലയാണ് വഹിക്കുന്നത്. ഇതിൽ കർണാടകയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നത്. കാരണം അടുത്ത 2 വർഷത്തിനുള്ളിൽ കർണാടകയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായും ബി.കെ. ഹരിപ്രസാദിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാവും. കാരണം ഡി.കെ. ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ നേരത്തെ തന്നെ വലിയ തോതിലുള്ള പിടിവലികളൊക്കെ തന്നെയും മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ബി.കെ. ഹരിപ്രസാദിനെയാണ് ഇപ്പോൾ PCC അധ്യക്ഷനായി പുതിയ മുഖ്യമന്ത്രി സ്ഥാനമേറ്റതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മുൻ രാജ്യസഭാ എം.പി. കൂടിയായിട്ടുള്ള ബി.കെ. ഹരിപ്രസാദിനെ നിയമനം നൽകിയിരിക്കുന്നത് എന്നതാണ്. യാതൊരുവിധ തർക്കവുമില്ലാതെ ഒറ്റപ്പേരിലേക്ക് പോവുകയായിരുന്നു. മുഹമ്മദ് ബിൻ റഷീദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.